ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് മോസ്കോയിൽ നിന്നും കീവിൽ നിന്നുമുള്ള ചർച്ചകളിൽ മേൽ ഉടൻ പുരോഗതിയുണ്ടായില്ലെങ്കിൽ വാഷിംഗ്ടണിൽ നിന്നുമുള്ള മധ്യസ്ഥത ഉപേക്ഷിക്കുന്നുവെന്ന് യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സമാധാനം സാധ്യമല്ലെങ്കിൽ അമേരിക്ക ചർച്ചകൾ ഉപേക്ഷിച്ച് മുന്നോട്ടു പോകുമെന്നും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നേരത്തെ പാരീസിൽ പറഞ്ഞതിനു പിന്നാലെയാണ് ട്രംപിന്റെ പ്രതികരണം. വെടിനിർത്തലിനായി ട്രംപ് ഇരുപക്ഷത്തെയും സമീപിച്ച് സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിലും ഇതിന് വഴങ്ങാതെ മാറി നിൽക്കുകയാണ്. ഇത് സംബന്ധിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോടക്കം ചർച്ചകൾ നടത്തിയിട്ടും ഫലമുണ്ടായില്ല. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ പ്രസ്താവനയെക്കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനായിരുന്നു ട്രംപിന്റെ മറുപടി. ദിവസക്കണക്കൊന്നുമില്ലെന്നും ചർച്ച ഫലം കണ്ടില്ലെങ്കിൽ അമേരിക്ക ഇടപെടുന്നത് ഉടൻ നിർത്തുമെന്നാണ് ട്രംപ് പ്രതികരിച്ചത്. വേഗത്തിൽ പ്രശ്നം പരിഹരിക്കാനാണ് ആഗ്രഹമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അധികാരമേറ്റ് 24 മണിക്കൂറിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം പുടിനെയോ സെലൻസ്കിയോ കുറ്റപ്പെടുത്താതെ മുന്നോട്ടു പോകുകയെന്ന നയമാണ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനിടെ കാർക്കീവ്, സുമി എന്നീ വടക്കുകിഴക്കൻ പ്രദേശങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ ഏറ്റവും 2 പേരെങ്കിലും മരിച്ചിട്ടുണ്ട്. ഒരുപാട് പേർക്ക് പരിക്കേറ്റതായി ഉക്രൈൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതേസമയം ലോകത്തെ ഏറ്റവും അധികം ആണവായുധ ശേഖരമുള്ള റഷ്യയുമായി നാറ്റോ യുദ്ധത്തിന് തുനിഞ്ഞ പുടിൻ ആണവായുധം പ്രയോഗിക്കുമെന്ന കാര്യം ഉറപ്പാണെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അത് റഷ്യ ഇതിനകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുമുണ്ട്. അതേസമയം ആണവായുധ ശേഖരമുള്ള അമേരിക്ക ഉൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങൾക്ക് അവ എടുത്തിട്ട് റഷ്യയ്ക്ക് നേരെ പ്രയോഗിച്ചാലും അത് ലക്ഷ്യസ്ഥാനത്തെത്താനുള്ള സാധ്യതയും വളരെ കുറവാണ്. കാരണം ഇന്ന് ലോകത്ത് നിലവിലുള്ള ഏറ്റവും ശക്തമായ മിസൈൽ പ്രതിരോധ സംവിധാനമുള്ള രാജ്യമാണ് റഷ്യ. ഈ ശ്രേണിയിൽപ്പെട്ട S-400 ട്രൈഫ് ഉപയോഗിച്ചാണ് അടുത്തിടെ അമേരിക്ക ഉക്രൈന് നൽകിയിരുന്ന F-16 യുദ്ധവിമാനം റഷ്യൻ സൈന്യം വെടിവെച്ചിട്ടിരിക്കുന്നത്. ശത്രുക്കൾക്ക് തൊടുക്കാൻ പറ്റാത്ത ആധുനിക യുദ്ധവിമാനമെന്ന അമേരിക്ക അഹങ്കരിച്ചിരുന്ന കുന്തമുനയാണ് നിഷ്പ്രയാസം റഷ്യ വെടിവെച്ചിട്ടിരിക്കുന്നത്. ലോക ആയുധ വിപണിയിൽ അമേരിക്കയ്ക്കേറ്റ വലിയ പ്രഹരം കൂടിയായിരുന്നു ഈ സംഭവം. മുൻപ് അമേരിക്ക, ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ ഉക്രൈന് നൽകിയ ദീർഘദൂര പുതിയ തലമുറ മിസൈലുകളെയും ഇതിനകം തന്നെ തകർത്ത് റഷ്യ അവരുടെ പ്രതിരോധ കരുത്ത് കാട്ടിയിട്ടുണ്ട്. റഷ്യയുടെ പ്രതിരോധ കോട്ട ശക്തമാണ് എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. പ്രത്യക്ഷത്തിൽ ഇപ്പോഴത്തെ സംഘർഷം റഷ്യ ഉക്രൈൻ യുദ്ധമായി വിലയിരുത്തപ്പെടുമെങ്കിലും യഥാർത്ഥത്തിൽ നടക്കുന്നത് നാറ്റോ രാജ്യങ്ങളും റഷ്യയും തമ്മിലുള്ള യുദ്ധമാണ്. നാറ്റോ രാജ്യങ്ങൾ നൽകിയ ആയുധങ്ങളും സുരക്ഷാ കവചവും ടെക്നോളജിയും ഇന്റലിജൻസും എല്ലാമാണ് ഉക്രൈനിൽ യുദ്ധമുഖത്ത് ഉപയോഗിക്കുന്നത്. ഇവരുടെ പല ആധുനിക ആയുധങ്ങൾ പ്രയോഗിക്കുന്നത് പോലും നാറ്റോ രാജ്യങ്ങളിലെ വിദഗ്ധരാണ്. ഇതെല്ലാം തന്നെ റഷ്യൻ സൈന്യത്തെ സംബന്ധിച്ച് പുതിയ അനുഭവങ്ങളാണ്. അവരെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ഇതൊരു പരിശീലനവുമാണ്. എങ്ങനെ നാറ്റോ സൈന്യത്തെ നേരിടണം എന്നത് സംബന്ധിച്ചവർ പ്രാക്ടിക്കലായി തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് റഷ്യൻ സൈന്യത്തിന്റെ വീര്യം കൂട്ടുകയാണെന്നാണ് യുദ്ധവിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. ഇതിനിടെ റഷ്യയിൽ നിന്ന് ന്യൂക്ലിയർ വാർഹെഡ്സ് മാറ്റുന്നതിന്റെ വിഷ്വൽസും പുറത്തു വന്നിരുന്നു. വലിയ പരിഭ്രാന്തിക്ക് കാരണമായിട്ടുണ്ട്. എന്തിനും റഷ്യ സജ്ജമാണെന്നും വേണ്ടി വന്നാൽ ഒരു ആണവായുധ പ്രയോഗത്തിന് മടിക്കില്ല എന്നുമുള്ള മുന്നറിയിപ്പാണ് ഈ നീക്കത്തെ ലോകരാജ്യങ്ങളും നോക്കിക്കാണുന്നത്. പറയുന്നത് ചെയ്യാൻ ആർജവമുള്ള ഭരണാധികാരിയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്നതിനാൽ എന്തും സംഭവിക്കാമെന്നതാണ് നിലവിലെ അവസ്ഥ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.